ഓക്കെ, ടൈം മാനേജ്മെന്റ് നമുക്ക് ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഒരു കൗൺസിലർ എന്ന രീതിയിലല്ലാതെ തന്നെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ല ഒരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യുന്ന എത്ര പേര് നമ്മളുടെ ഇടയിലുണ്ട്? ഞാനടക്കം, നിങ്ങളടക്കം. നിങ്ങൾക്ക് ഞാൻ ടൈം മാനേജ്മെന്റ് ചെയ്യുന്ന അത്യാവശ്യം ഓൺ ടൈം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് പറയാൻ പറ്റുന്ന എത്ര പേര് നമ്മുടെ ഈ ക്ലാസ്സിലുണ്ട്? ഓക്കെ. ആ, ആ, ആ. ടൈം ആൻഡ് വെയിറ്റ് നോബഡി എന്നാണ് അല്ലേ? അതെ. ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് പ്രത്യേകിച്ച് ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് കൗൺസിലിംഗ് സൈക്കോളജിയുടെ ഒരു സിലബസിന്റെ ഭാഗമായി പ്രാക്ടിക്കൽ കൗൺസിലിങ്ങിന്റെ പേപ്പറിൽ എന്തുകൊണ്ടാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് ഉൾപ്പെടുത്തിയത് എന്ന് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്, മൈക്ക് ഓൺ ചെയ്യണം, വേഗം റീപ്ലൈ തരണം. ഓക്കെ. ആ, പിന്നെ മനോജേട്ടാ, ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊക്കെ തുടങ്ങിയോ? ആ, അതിന് പറ്റിയ ഒരാളെ ആ, മാഹി ശരിയാണല്ലോ, അവിടെ ഇല്ലല്ലോ അല്ലേ? ആ, അതെ അതെ അതെ. അതിന് പറ്റിയ ആളെന്നെ വേണമല്ലോ അല്ലേ? നമ്മൾ ആ, അതെ. ഈ ബാച്ചിലാണ് പിന്നെ മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആരോ ഉണ്ടായിരുന്നത്? നിങ്ങളെ ബാച്ചായിരുന്നോ? ഈ ബാച്ചല്ല, എനിക്ക് തോന്നുന്നു ഒമ്പതാമത്തെ ബാച്ചാണ്. എന്നാലും ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മുമ്പ്. മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് 5 വർഷമോ 10 വർഷമൊക്കെ ഉണ്ടായിരുന്ന ആരോ ഒരാളാണ് ഇതിലുണ്ടായിരുന്ന ഒരു ബാച്ചിൽ. കഴിഞ്ഞ ബാച്ചാണെന്ന് എൻ്റെ ഓർമ്മ. അത് ഇനി 11 എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതൊന്നാണ് എന്തായാലും. അപ്പൊ അതായത് നമ്മുടെ ഈ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തരാണ്. വളരെ ഡിഫറെന്റ് ആണ് ഓരോ ആളുകളും. പല മേഖലയിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ ബാച്ചിലുണ്ട്. അഡ്വക്കേറ്റുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ സാധാരണ പിന്നെ ഹോം എന്താണ് ഹൗസ് വൈഫുമാരുണ്ട്, സാധാരണ മറ്റു ജോലികൾ, പല രീതിയിലുള്ള പല ജോലികളും ചെയ്യുന്ന ആളുകളാണ്. ചിലരുടെയൊക്കെ ജോലി വളരെ രസകരമാണ്. നല്ല പിന്നെ നമുക്ക് അറിയാത്ത പല മേഖലകളും. ഓക്കെ. അപ്പോൾ ടൈം മാനേജ്മെന്റ് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ എനിക്ക് ഓർമ്മ വന്നതാണ്, ഇപ്പോൾ ഓർമ്മ വന്നതാണ്. അത് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എത്രത്തോളം ഇഫക്റ്റീവായി ഉപയോഗിക്കുന്നു എന്നതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഓരോ കാര്യത്തിന് നമ്മൾ നീക്കി വെക്കുന്ന സമയം എങ്ങനെയാണ് അതിലേക്ക് മാറ്റി വെക്കേണ്ടത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ് പ്രധാനമായിട്ടും ടൈം മാനേജ്മെന്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആരോൺ, എന്ത് വൈകിപ്പോയത്? ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? കൊച്ചിയിലെ? കാക്കനാടാണ്. ടെക്നോ പാർക്കില്ലല്ലേ? അല്ല, ടെക്നോ പാർക്ക് അല്ല, എന്തായിരുന്നു പറഞ്ഞത്? എവിടെയാ? സാമൂഹ്യനീതി വകുപ്പ്? ആ, ഓക്കെ 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 ഓക്കെ. അപ്പോൾ എന്താ അതെ, ടൈം മാനേജ്മെന്റ് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്.
അദ്ദേഹം പിന്നെ ഇന്ന് വയനാട് ജില്ലയിൽ ഈ കൂൺ കൃഷി വളരെ സക്സസ് ആയി നടത്തി നല്ല ഏണിങ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു സംരംഭകനാണ്, ഒരു ഓണ്ടർപ്രണറാണ്. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തെ, എൻ്റെ സുഹൃത്താണ്, എൻ്റെ കുറച്ച് ജൂനിയർ ആയിരുന്നു, പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫാമിലി അവൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ്. അവൻ്റെ ഫാദറിന് ആ പ്രശ്നമുണ്ട്, അപ്പോൾ ഇവൻ ആ പ്രശ്നമുണ്ട്, ഡയാലിസിൻ്റെ കിഡ്നിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ അടുത്ത് അങ്ങനെ കൂൺ കൃഷി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സക്സസ് ആണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനും ഓക്കെ എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഈ അടുത്ത് റേഡിയോ മാറ്റുലിയിൽ അവൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. കേൾക്കുന്നില്ലേ? റേഡിയോ മാറ്റുലിയിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ യാദൃശ്ചികമായി കേട്ടു. ഞാൻ സാധാരണ റേഡിയോ കേൾക്കാറൊന്നുമില്ല, പക്ഷെ അന്നെന്തോ യാദൃശ്ചികമായിട്ട് കേട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും പക്ഷെ അന്ന് ഞാൻ ഇവൻ പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം അവൻ പറയുന്നത് പിന്നെ അതായത് ഈ ഡയാലിസിസ് അവന് എനിക്ക് തോന്നുന്നു 24-ാമത്തെ വയസ്സിൽ 26-ാമത്തെ വയസ്സിലോ മറ്റോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. 26-ഓ 27-ഓ ആണ്. ഇപ്പോൾ അവനൊരു 34 വയസ്സോ ഒക്കെ ഉണ്ടാവും. 28-ാമത്തെ വയസ്സിലാണ് തോന്നുന്നു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഡയാലിസിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏറ്റവും എന്താവും, ഡൗൺ ആയി പോകും അല്ലേ? കാരണം പിന്നെ സാമ്പത്തികവും കൂടി ഇല്ലാതാവുമ്പോൾ പിന്നെ അത് വളരെ പ്രയാസമാവും. മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ടി വരും. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും താഴത്തൊരു ഘട്ടമാണ്. അത്രയും ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് മനുഷ്യർ യാചിക്കുക, അഭിമാനമുള്ളവർ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ യാചന ഒരു സ്ഥിരം തൊഴിലായി നടത്തുന്ന ടൗണുകളിലും എറണാകുളത്തൊക്കെ കാണാം അല്ലേ? അതൊരു പ്രോസസ്സാണ്. അവർക്ക് അതാണ് ഒരു സന്തോഷം. അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പലരും ചിന്തിക്കുന്നൊരു ഘട്ടമാണ്. പക്ഷെ ചിലരൊക്കെ എന്ത് ചെയ്യും, അങ്ങനെയാണെങ്കിൽ പിന്നെ നോർമലി പോവും, അതിൽ കുറേ ആളുകൾ സഹായിക്കും, അങ്ങനെയൊക്കെ പോവും. പക്ഷെ ചിലർ ഇത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് അതിനോട് പടപൊരുതി അതിനെതിരെ നീന്തുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞ എൻ്റെ സുഹൃത്ത്. ഓക്കെ, അപ്പോൾ വയനാട് ജില്ലയിൽ കോറോം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ കൃഷി, അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കൂൺ കൃഷി ആരംഭിച്ചതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഡയാലിസിസിന് പോയിരിക്കുന്ന സമയത്ത് ചുരുങ്ങിയതൊരു 1.5 മണിക്കൂർ വെയിറ്റിംഗ് വേണ്ടി വരും എല്ലാ ദിവസവും. അപ്പോൾ അങ്ങനെ ഇരിക്കണം. എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ അതിനൊരു 1.5 മണിക്കൂർ അവിടെ ഇരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ പോയ സമയത്ത് പുസ്തകങ്ങൾ എടുത്ത് പോകാൻ തുടങ്ങി. മൊബൈലിൽ ഇങ്ങനെ അധികം നോക്കാൻ പറ്റാത്തത് കൊണ്ട് കണ്ണിന് സ്ട്രെസ് ആകുന്നതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. കുറേ കാലങ്ങൾ, ഒരു വർഷമൊക്കെ ഏകദേശം അദ്ദേഹം, കുറേ മാസങ്ങൾ തന്നെ അദ്ദേഹം പുസ്തകം വായനയിലേക്കായിരുന്നു പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം ആലോചിച്ചു, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല, പുസ്തകം വായിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, ഏണിങ് വേണം. എങ്ങനെയാണ് എനിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെലവിനുള്ള എമൗണ്ട് എങ്ങനെ മറ്റുള്ളവരോട് ചോദിക്കാതെ കണ്ടെത്താമെന്ന് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹം ആലോചിച്ചു. അങ്ങനെ ഇരുന്ന് ആ ഡയാലിസിസ് സെൻ്ററിൽ ഡയാലിസിന് വേണ്ടി ഇരിക്കുന്ന ആ സമയത്ത് ആലോചിച്ചതാണ് സ്വന്തമായൊരു സംരംഭം തുടങ്ങുക എന്നുള്ളത്. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കൂൺ കൃഷിയിലേക്ക് എത്തുന്നത്. എനിക്ക് വളരെ ഭയങ്കരമായ അഭിമാനം, ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഞാൻ അഭിമാനിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് ആലോചിച്ചു, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തി. ഇന്ന് നല്ല വിറ്റുവരവുള്ള നല്ലൊരു സംരംഭകനാണ്. ഇപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നല്ല വരുമാനമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഒരാളുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല, ആരോട് യാചിക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടംപോലെ പൈസ ഉണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നടത്തുന്ന പിന്നെ ബിസിനസ് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ്. അതായത് ആ സമയം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തി. പിന്നീട് അദ്ദേഹം കൃത്യമായിട്ട് ഒരു ദിവസം എത്ര സമയം ഡയാലിസിന് പോയി ഇരിക്കുന്ന സമയത്ത് സ്പെൻഡ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ ആ കൃത്യമായ കാൽക്കുലേഷനിൽ ആ സമയത്ത് ഓരോ മിനിറ്റും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നത് കൃത്യമായി പ്ലാനിങ് ഉണ്ടാക്കി. അങ്ങനെ പ്ലാനിങ് ഉണ്ടാക്കിയത് കൊണ്ട് വളരെ സക്സസ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കൃഷി നടത്തുന്നത്. ഇഷ്ടംപോലെ കയറ്റി അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്ക്, ടൈം മാനേജ്മെൻറ്റ്.
ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു ടൈം മാനേജ്മെന്റ് നന്നായിട്ട് ടൈം മാനേജ് ചെയ്ത് പോകുന്ന ആളുകൾ ഇതിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ രണ്ടാളുകൾ അത് മറുപടി പറഞ്ഞു ഓക്കെയാണ്, പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കൗൺസിലർ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോന്നിനും നമ്മൾ സ്ലോട്ട് ചെയ്ത് വെക്കുന്ന സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഫ്രെയിം വരും. ഒരു ഫ്രെയിമിനുള്ളിലേക്കായിട്ട് നമ്മൾ മാറും. എന്ന് പറഞ്ഞാൽ ഒരു ചിട്ട നമ്മുടെ അടുത്തേക്ക് വരും. ഈ പട്ടാളക്കാരെയൊക്കെ നമ്മൾ പറയാറില്ലേ, നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ റിട്ടയർഡൊക്കെ ആയി നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ചിട്ടായിരിക്കും അവരുടെ കാര്യത്തിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫ് പട്ടാള ലൈഫിൽ അവർ അനുഭവിക്കുന്ന അവർ ഒരു പരിചയപ്പെട്ട ഒരു സിസ്റ്റമാറ്റിക് ലൈഫാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം പിന്നെ മുമ്പ് പട്ടാളത്തിൽ ഉണ്ടായിരുന്നതാണ്. പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ CRPF പോയി. അങ്ങനെ എനിക്ക് തോന്നുന്നു 28 വയസ്സൊക്കെ ആയപ്പോഴേക്കും റിട്ടയർഡായി, അല്ല അതിൽ നിന്ന് പോന്നു. പിന്നീട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. കൃത്യമാണ്. 5 മണിക്ക് അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 മണിക്ക് മുമ്പ് എഴുന്നേറ്റിരിക്കും. എന്തൊക്കെയാണ് യോഗ ചെയ്യാറുണ്ട് അദ്ദേഹം. അദ്ദേഹം യോഗ ഗുരുവാണ്, പിന്നെ യോഗ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിട്ട്. പിന്നെ അഫർമേഷൻ ചെയ്യാറുണ്ട്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ കൃത്യസമയമാണ്. അത് കറക്റ്റ് 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 15 മിനിറ്റാണ് അദ്ദേഹത്തിന് പ്രാഥമിക കർത്തവ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കുന്നത്. 15 to 20 മിനിറ്റ് കൃത്യമാണ്. 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് 15-20 മിനിറ്റോടെ എല്ലാം കഴിഞ്ഞ് ബെഡിൽ വന്ന് അദ്ദേഹത്തിൻ്റെ യോഗയും മെഡിറ്റേഷനൊക്കെ നടത്തി വളരെ കാമാക്കി പിന്നെ കൃത്യസമയത്തിന് അത് അവസാനിപ്പിച്ച് ഒരു 20 മിനിറ്റോളം നടക്കാൻ പോകും. അത് കറക്റ്റ് 20 മിനിറ്റിന് കൃത്യമായിട്ട് വരും. വളരെ പങ്ക്ച്വലാണ്. അപ്പോൾ ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ട നല്ല സക്സസ്ഫുൾ ആണ്. മാത്രമല്ല എപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയമുണ്ട് എല്ലാ കാര്യത്തിനും. കാരണം ഈ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് വർക്ക് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അത് തീരാൻ. അത് തീരാനുള്ള അത്രയും വർക്ക് തീരാൻ നമുക്ക് സമയം എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമുക്ക് 10 ദിവസമാണ് ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ളത്. ഒരു ദിവസം ഒരു 10 മണിക്കൂർ ഇരുന്ന് ചെയ്യാവുന്ന പ്രൊജക്റ്റേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് 10 ദിവസം 15 ദിവസം സമയമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെക്കും. ഈ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെക്കുന്നത് എപ്പോഴായിരിക്കും? അവസാനത്തെ 5 ദിവസത്തേക്കായിരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. പക്ഷെ അവസാനം 5 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ പല കാര്യങ്ങൾക്ക് വേറെയും കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി സമയം കുറച്ച് കുറച്ച് മാറ്റി വെക്കും. ഏറ്റവും ലാസ്റ്റ് ഡേ, പ്രൊജക്റ്റ് തീരേണ്ട അവസാനത്തെ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേയിലായിരിക്കും നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുക. പഠിച്ചവനെ, ഇത് കൊടുത്തില്ലെങ്കിൽ പണിയാവുമല്ലോ, ഇനിയിപ്പോൾ ഈ വർഷത്തെ പിന്നെ എക്സാം നഷ്ടപ്പെടുമല്ലോ. അങ്ങനെ പറയുമ്പോൾ ലാസ്റ്റ് സമയത്ത് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പൊക്കെ ആയിരിക്കും ചിന്തിക്കുക. അപ്പോൾ ഒരു ഇരുത്തായിരിക്കും. ഈ ഇരുത്തം നമുക്ക് ചെയ്യുന്ന പ്രൊജക്റ്റിന് ഒരു അലൈൻമെൻറ്റ് ശരിയായിട്ടുണ്ടാവില്ല, വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, അതിനൊരു വൃത്തി ഉണ്ടാവില്ല, ടോട്ടൽ പേജ് ലേ ഔട്ട് പോലും കംപ്ലീറ്റ് തെറ്റിയിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി കാരണം എന്താ? നമുക്ക് ലാസ്റ്റ് സമയമല്ല. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താ, സമയം കിട്ടിയിട്ടില്ല എന്നാണ് പറയുക. പക്ഷെ നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ വ്യക്തി, അദ്ദേഹം പിന്നെ PGക്ക് പ്രൊജക്റ്റ് അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 20 ദിവസം മറ്റോ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യത്തെ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് അസൈൻമെന്റ് എന്ത് ചെയ്തു? ഒരു 80% തീർത്തു വെച്ചു. പിന്നെ അതും വളരെ സിമ്പിളായിട്ട് തന്നെ തീർത്തു വെച്ചു. പിന്നെ ബാക്കിയുള്ളത് ഒരു 3-4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് അത് മെല്ലെ 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 കുറഞ്ഞ സമയത്ത് തീർത്തു വെച്ചു. സബ്മിറ്റ് ചെയ്യേണ്ടതിന് 10 ദിവസം മുമ്പ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു. അപ്പോൾ ഇഷ്ടംപോലെ സമയം പിന്നെ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനൊക്കെ പോകും. അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു കൗൺസിലർ എന്ന രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതെങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തുക എന്നും എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ?
നോക്കോളൂ. ടൈം മാനേജ്മെന്റ് ആസ് എ ടോപ്പിക് ഇൻ കൗൺസിലിംഗ് സൈക്കോളജി. എന്തിനാണ് ഇപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ടൈം മാനേജ്മെന്റ് പഠിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അതിന്റെ ഉത്തരമാണ് പറയുന്നത്. കൗൺസിലിംഗ് സൈക്കോളജിയിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ടൈം മാനേജ്മെന്റ്? ടൈം മാനേജ്മെന്റ് മീൻസ് പ്ലാനിങ് ആൻഡ് യൂസിങ് യുവർ ടൈം ഇഫക്റ്റീവ്ലി. ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമ്മുടെ സമയം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് യു ക്യാൻ ഡു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. നമുക്ക് അതുകൊണ്ടാണ് ഒറ്റ മിനിറ്റ് കേട്ടോ. അത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻസ് ടാസ്ക്, ഇതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടാസ്കുകൾ ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് സ്ട്രെസ്, നമുക്കുണ്ടാകുന്ന ഭയങ്കര സ്ട്രെസ്സുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ലൈവ് എ ബാലൻസ്ഡ് ലൈഫ്, അല്ലേ? ലിവ് എന്താണ് ഒരു ലീഡ് എ ബാലൻസ്ഡ് ലൈഫ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു 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 നല്ലൊരു രീതിയിലുള്ളൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇറ്റ്സ് അബൌട്ട് സെറ്റിംഗ് പ്രയോറിറ്റീസ്, അവോയ്ഡിങ് അൺനെസസറി ഡിലേസ് ആൻഡ് ഫിനിഷിംഗ് യുവർ വർക്ക് ഓൺ ടൈം. അപ്പോൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ വർക്ക് ഓൺ ടൈമിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ. പലപ്പോഴും നമുക്ക് നമ്മുടെയൊക്കെ ലൈഫിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നീട്ടി വെക്കുക, അല്ലേ? ഒരു കാര്യം ഇപ്പം ചെയ്യേണ്ട, പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് നീട്ടി വെക്കുന്നത് നമുക്കൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം നമുക്ക് തരണം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? വൈകി വന്ന ഒന്ന് രണ്ട് ആളുകളുണ്ടല്ലോ, എന്താ പറ്റിയിരുന്നത്? ലാസ്റ്റ് വന്ന രണ്ടാളുകൾ പറഞ്ഞു. ഓക്കെ. മറ്റാളോ? രണ്ടാമത്തെ ആള്? രണ്ടാള് വന്നല്ലോ ലാസ്റ്റ്. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ടൈം മാനേജ്മെന്റ് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ടൈം മാനേജ്മെന്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബോത്ത് ഫോർ ക്ലയൻസ് ആൻഡ് കൗൺസിലർ. രണ്ടു പേർക്കും ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കൗൺസിലിംഗ് സൈക്കോളജിയിൽ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടു ഹെൽപ്പ് ദ മാനേജ് ഡെയിലി ലൈഫ് ബെറ്റർ. എല്ലാ ദിവസവും ഡെയിലി ലൈഫ്, ഓരോ ദിവസത്തെയും ജീവിതം ഏറ്റവും ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ ക്ലയൻറ്റിന് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൗൺസിലറിന് എന്താണ് ടൈം മാനേജ്മെന്റ് കൊണ്ട് ഇമ്പോർട്ടൻറ്റ്? ടു മാനേജ് സെഷൻസ്, കേസ് നോട്ട്സ് ആൻഡ് പേഴ്സണൽ ബാലൻസ്. അതായത് ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പല ക്ലയൻസ് ആണ് ഒരു ദിവസം വരിക. അങ്ങനെ ഓരോ ക്ലയൻസിനും ഇപ്പോൾ നമ്മൾ 6 സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ ടൈം ബൗണ്ട് ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ്. ഓരോന്നും വലിച്ചു നീട്ടി പോരുത്. ചെയ്യുന്നവർ, കൗൺസിലിംഗ് പ്രൊഫഷണലായിട്ട് പോകുന്നവർ പരമാവധി സമയം ബൗണ്ട് ചെയ്ത് പോകണം. അപ്പോൾ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം സെഷൻസ് മാനേജ് ചെയ്യാൻ കഴിയണം. ഒന്ന്. രണ്ടാമത്തത് കേസ് നോട്ടുകൾ. ഇപ്പോൾ വന്ന് പറയുന്ന കേസുകൾ ഉണ്ടാവും, അത് നോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. ദെൻ വൈ ഈസ് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ കൗൺസിലിംഗ്? എന്താണ് കൗൺസിലിങ്ങിൽ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആകാൻ കാരണം? ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ് ആണോ ഈ 16-ാം തീയതി? നിങ്ങൾക്കാണോ അത്, അതോ 9ാമത്തെ ബാച്ചിനോ? ആ, ഓക്കെ ഓക്കെ. അപ്പം നാളെ നിങ്ങളോട് 16-ാം തീയതി പറഞ്ഞിരുന്നു തോന്നുന്നല്ലേ നിങ്ങളോട്? ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ കൗൺസിൽ? ഇനി നമുക്ക് പിന്നെ എന്താണ്, ഏകദേശം ലാസ്റ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ക്ലാസ്സുകൾ. അപ്പം പരമാവധി ആളുകൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് നേരിട്ട് കാണാമല്ലോ എല്ലാവരെയും, പരസ്പരം കാണാനും. നിങ്ങൾക്ക് ഈ ബന്ധം എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് പിന്നെ അടുത്ത ബാച്ചിന്റെ കൂടെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്താണോ ഉള്ളത്? ദുബൈയിലാണല്ലേ? ആ, ഓക്കെ ഓക്കെ. പിന്നെ ഓ,
ചോദിച്ചു ചോദിച്ചു. ആ. ആ. ഓക്കെ. ഉം. ഉം. ഓക്കെ. ഉം. ഓക്കെ. 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 ഞാൻ പറയാം. ഒന്ന്, ഇപ്പം ഡിപ്ലോമ കോഴ്സുകൾ കൗൺസിലിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ 6 മാസത്തെ, നിങ്ങളിപ്പോൾ 6 മാസത്തല്ലേ കോഴ്സ്? ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഡിഗ്രി പി ജി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ശരിക്കും ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു പ്രൊഫഷണൽ കൗൺസിലിംഗ് നടത്തുമ്പോൾ നടത്താൻ നമുക്ക് ഈ പിന്നെ ഇത് പോരാ, അല്ലേ? മുമ്പ് പറഞ്ഞല്ലേ? ഓക്കെ. പക്ഷെ നമുക്ക് ആ അപ്പോ നമുക്ക് അതിന്റെ കൂടെ നിങ്ങളൊരു എം എ സൈക്കോളജി അല്ലെങ്കിൽ പിന്നെ ഡിഗ്രി ഒക്കെ സൈക്കോളജി അല്ലെങ്കിൽ എം എ സൈക്കോളജി ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒരു ആഡ് ഓൺ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വെയിറ്റേജ് ആണ്. ഓക്കെ. മാത്രമല്ല അത് പിന്നെ ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഒരു സ്കൂളാണെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. പലരുടെ എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്, പി ജി ഉണ്ട്, സങ്കല്പിക്കുക. അതിന്റെ കൂടെ നമുക്ക് ഒരു പിന്നെ എന്താണ് ഡിപ്ലോമ കോഴ്സ്, ഒരു 6 മാസം ഡിപ്ലോമ കോഴ്സും ഉണ്ട്. ഓവറോൾ നമ്മുടെ പെർഫോമൻസ് കുറച്ചും കൂടി നല്ലതാണെങ്കിൽ നമുക്ക് ഇതെന്താണ്, ഇത് കൂടുതൽ വെയിറ്റേജ് ആണ്. ഒന്നാമത്തെ കാര്യം. ഇത് ഉറപ്പല്ലേ? മാത്രമല്ല ഇതിന്റെ പിന്നെ സർട്ടിഫിക്കറ്റും അതിന്റെ പിന്നെ അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ സക്കീര സാർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നതായിരിക്കും. അപ്പൊ അതിന്റെ പിന്നെ ഇതിന്റെ വാലിഡിറ്റി എത്രത്തോളം, ഇതിന്റെ പിന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യം ഉണ്ടെന്നുള്ളത് സക്കീര സാർ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഓക്കെ. മാത്രമല്ല നമുക്കിപ്പോ ഞാനൊരു കാര്യം കൂടി പറയാം. ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിങ്ങിന്റെ പേപ്പർ, സൈക്കോളജിയുടെ പേപ്പർ പഠിക്കുക എന്നല്ലാതെ പൊതുവേ ഒരു കൗൺസിലിംഗ് പ്രാക്ടിക്കൽ കിട്ടാൻ വളരെ സാധ്യത കുറവായിരിക്കും. അല്ലെങ്കിൽ അത്രയും പാഷൻ ആയ ആൾക്കായിരിക്കും അതുണ്ടാകുക. പക്ഷെ നേരെ മറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സൈക്കോളജി ആണെങ്കിലും പിന്നെ കൗൺസിലിങ്ങിന്റെ പേപ്പർ ആണെങ്കിലും കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു ക്ലയന്റിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കൗൺസിലിങ്ങിനോ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനോ പങ്കെടുക്കുമ്പോഴും ഈ നമ്മൾ ഈ ഒരു പിന്നെ ഈ നമ്മൾ ഈ സിലബസ് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ക്ലാസ് കൈകാര്യം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ. മനസ്സിലായില്ലേ? അപ്പൊ കഴിഞ്ഞ ബാച്ചിൽ നിന്നൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിനൊക്കെ ആ ആ അതായത് നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഓൺലൈൻ എഡ്യൂക്കേഷനും ഉണ്ടല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെ ഇഗ്നോ നമുക്ക് ചെയ്യാം. അതിനിപ്പോ എന്തുകൊണ്ടാ വാലിഡിറ്റി ഇല്ല എന്ന് പറയാൻ കാരണം, വാലിഡിറ്റി ഉണ്ട്, പിന്നെ ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ റെഗുലറിനെ സംബന്ധിച്ചിടത്തോളം റെഗുലർ ചെയ്യുന്നതിന്റെ അത്ര വാല്യൂ ഇല്ല എന്നുള്ളതാണ്. അത് നമുക്ക് ഏതെങ്കിലും സ്കൂളിലേക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും പിന്നെ സ്കൂളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെഗുലർ ആണോ പിന്നെ ഡിസ്റ്റൻസ് ആണോ എന്ന് ഇനി ചിലപ്പോൾ നോക്കും. എന്ന് കരുതിയിട്ട് നമുക്ക് അതിന് വാല്യൂ ഇല്ല എന്നല്ല പിന്നെ ഇത് കാരണം
ആ ആ ഫിലോസഫി ഒന്നും നിങ്ങൾക്ക് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം വന്ന ഒരു ഓർഡറാണ്. അതായത് ഇഗ്നോ, പക്ഷേ ഇഗ്നോ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസ് ആയിട്ട് സൈക്കോളജി കൊടുക്കുന്നുണ്ട്. ഇഗ്നോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട്. ഓക്കെ. അല്ലാത്ത പലരും എന്ത് ചെയ്തിട്ടുണ്ട്, സൈക്കോളജി പിന്നെ ഓ- എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളത് എടുത്തത് കൊണ്ട് നമുക്കത് വാല്യൂ ഇല്ലാതെ ഒന്നുമില്ല. നമുക്ക് എത്ര നമ്മളിപ്പോ ഇഗ്നോ എന്ന് നിർത്തുന്നു അതുവരെ നമുക്ക് എന്താണ് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ റെഗുലർ സർട്ടിഫിക്കറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എന്തായിരിക്കും വാല്യൂ, പിന്നെ വെയിറ്റേജ് അല്ലെങ്കിൽ ഒരു എന്താണ് പ്രയോറിറ്റി ചിലപ്പോൾ കുറയ്ക്കും. മനസ്സിലായോ? ആ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പം പ്രത്യേകിച്ച് സൈക്കോളജി ആയതുകൊണ്ട് അല്ലാതെ അതെ, ഓർഡർ സൈക്കോളജിക്കാണ്. പക്ഷെ നേരത്തെ അവർ പറഞ്ഞ പോലെ പിന്നെ പൊതുവെ നമുക്ക് ഡിസ്റ്റൻസും അതുപോലെ റെഗുലറും വരുമ്പോ ആ, അതെ, സൈക്കോളജിക്കാണ് എല്ലാം പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിർത്തണം എന്നുള്ള രീതിയിൽ വന്നത്. പക്ഷെ ഇഗ്നോ നിർത്തിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇഗ്നോ ചെയ്യാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പം ഒന്ന് നമുക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് ലൈഫിലേക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയ കോഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കി വരണം. കാരണം പിന്നെ ഇനിയിപ്പോ ഒരു കൗൺസിലിംഗ് ആയ ഒരു കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കോഴ്സിനെ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും. ആ ഉം, ഉം, ഉം. അതാണ് ഞാൻ പറഞ്ഞു വന്നതാണ് നമുക്ക് ഈ ഡിഗ്രി നമ്മൾ പി ജി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് അതിലൊന്നും നമ്മൾ പഠിക്കൂല പൊതുവെ. അപ്പൊ അത് സർട്ടിഫിക്കറ്റിന് എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ സക്കരിയ സാറോട് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്ന രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് അയാൾ പറഞ്ഞു തരും കേട്ടോ. ഓ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഒന്ന് പറഞ്ഞു എന്താണ് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് റെഡ്യൂസ് സ്ട്രെസ്. നമ്മുടെ സ്ട്രെസ് ഇത് കുറയ്ക്കും. ഓക്കെ. അപ്പോൾ എന്താ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ വർക്ക് ഇപ്പൊ പൊതുവേ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ SSLC പരീക്ഷയുടെ ലാസ്റ്റ് മന്ത് ആയിരിക്കും ഭൂരിഭാഗം കുട്ടികളും പിന്നെ പഠനത്തെക്കുറിച്ച് ആലോചിക്കുക. ഓക്കെ. അത് ഈ പല കുട്ടികളിലും എനിക്കറിയാം, ഞാൻ സ്ഥാപനം നടത്തിയിരുന്നതാണ്. പിന്നെ ഞാൻ വടകര ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് ആഹ് ഒരു പിന്നെ വലിയ പ് എന്താണ് കുറച്ച് വലിയ പൊസിഷൻ തന്നെയായിരുന്നു എടുത്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോ കുട്ടിയുടെ കേസുകളും അധ്യാപകൻ എന്ന രീതിയിനേക്കാൾ കൂടുതൽ എനിക്കറിയാം. അപ്പോൾ ഈ കുട്ടികൾ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ ആണ് പലപ്പോഴും പഠിക്കാൻ തുടങ്ങുക. എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് ഒന്നും ഒരു സെന്റൻസ് പോലും സ്പീഡിൽ വായിച്ചെടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അവസാന സമയത്ത് അതുവരെ കളിച്ചു നിൽക്കും. അവസാന സമയങ്ങളിൽ എന്ത് ചെയ്യും, ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ടൊരു പഠനത്തിലേക്ക് താല്പര്യം വരും. ഓക്കെ. പക്ഷേ ഈ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയമാകുമ്പോഴേക്കും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഇവർ പഠനത്തിൽ വളരെ ബാക്കിലായിരിക്കും. ഓക്കെ. പക്ഷെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആ ലാസ്റ്റ് സമയത്ത് ഇവർക്ക് 10ഓളം പുസ്തകങ്ങൾ പിന്നെ ഒരു തവണ അടുത്ത 2-2.5 മാസത്തിനുള്ളിൽ ഒരു തവണ വായിച്ച് തീർക്കാൻ പോലും ഇവർക്ക് കഴിയില്ല. ഓക്കെ. ഇത് ശരിക്കും ഇതൊക്കെ ഒരു ടൈം മാനേജ്മെന്റ് വലിയ ബെസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവസാന സമയങ്ങളിലേക്ക് വെക്കുമ്പോഴുണ്ടാകുന്ന സ്ട്രെസ്സും ഡിപ്രഷനും ഭയങ്കരമായിരിക്കും. ഈ കുട്ടികളിൽ ഞാൻ എത്രയോ കുട്ടികളിൽ എല്ലാ വർഷവും ഈ സ്ട്രെസ്സ് കാണാറുണ്ട്. എത്രയോ കുട്ടികൾ അവസാനം ലാസ്റ്റ് സമയമാകുമ്പം ഒന്നും ആകാൻ പഠിച്ച് എത്താൻ പറ്റാത്തതിൻ്റെ ഭയങ്കരമായ നിരാശയും
അതിനോ ആ നിരാശയോടനുബന്ധിച്ചുണ്ടാകുന്ന ഭയങ്കര മാനസിക സംഘർഷങ്ങൾ ഞങ്ങൾ കാണാറുണ്ട്. അത് ആൺകുട്ടികളായതുകൊണ്ട് അത് കുറവായിരിക്കും, പക്ഷേ കുറച്ചും കൂടി കൂടുതലായിരിക്കും പെൺകുട്ടികൾക്ക് ഈ സമയങ്ങളിൽ. ഓക്കെ. അപ്പം പിന്നെ ഒന്ന് നമുക്ക് ലാസ്റ്റ് സമയത്ത് വരുന്ന ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഈ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ, ഇമ്പ്രൂവ് പ്രൊഡക്ടിവിറ്റി. നല്ല ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഏണിംഗ് ഉണ്ടാവും, നല്ല പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. ഓക്കെ. അതായത് പ്ലാൻ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഓക്കെ. മൂന്നാമത്തത്, ഇൻക്രീസസ് സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സമയാസമയം നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വർദ്ധിക്കും. ഓക്കെ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഉണ്ടാവും. നമുക്ക് നല്ല കോൺഫിഡൻസ് വർദ്ധിക്കും. അപ്പോൾ നമുക്ക് പിന്നെ വായിക്കാൻ സമയമുണ്ട്, നമുക്ക് മതപരമായ കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്, ഭക്ഷണം പാകം ചെയ്യാൻ സമയമുണ്ട്, കൃത്യമായിട്ട് കഴിക്കാൻ സമയമുണ്ട്, രാവിലെ മെഡിറ്റേഷനും വ്യായാമവും ചെയ്യാൻ സമയമുണ്ട്. പിന്നെ വൈകുന്നേരം കുറച്ചു നേരം പിന്നെ കളിക്കണമെങ്കിൽ സമയമുണ്ട്. വിരുന്നുകാർ വന്നാൽ അവരോട് സംസാരിക്കാൻ സമയമുണ്ട്. ഒന്നും ലാഗിങ് ഇല്ല, ഒന്നും പെൻഡിങ് ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് വരും. മാത്രമല്ല നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയോട് ഇഷ്ടം വരും. അത് നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ല അച്ചീവ്മെൻറ്റിലേക്ക് വരാൻ കഴിയും. ഓക്കെ. മീറ്റിംഗ് ഡെഡ് ലൈൻസ് ആൻഡ് ഗോൾസ് മേക്ക് പീപ്പിൾ ഫീൽ മോർ കാപ്പബിൾ. അതായത് ഒരു ഡെഡ് ലൈൻ വെച്ച് പ്രവർത്തിക്കുന്നത്, ഇന്ന സമയത്തിനുള്ളിൽ അത് തീരണം എന്ന് വെച്ച് പ്രവർത്തിക്കുന്നത് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ കുറേ സമയം നമ്മൾ ഈ പിന്നെ ടോക്കിംഗ് അല്ലെങ്കിൽ ഹാബിറ്റുകൾ, മറ്റെന്തെങ്കിലുമൊക്കെ വെറുതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കാര്യം. അങ്ങനെ പോകണം. പിന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പഞ്ചിങ് സിസ്റ്റം വന്നിട്ടുണ്ട്. ഈ പഞ്ചിങ് വന്നതുകൊണ്ട് എന്താ ടോട്ടൽ ഗവൺമെൻറ് സിസ്റ്റത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ട് പല കാര്യത്തിലും, പല ഡിപ്പാർട്ട്മെൻറ്റിലും. എന്നല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. അതെങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂടുക? അതിന് കുറേ മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പല സമയത്തും 10 മണിക്ക് വരേണ്ടത് ചിലപ്പം 11 മണിയൊക്കെ ആവും. ചിലപ്പോൾ അത്ര മോണിറ്ററിങ് ഉണ്ടാവില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പഞ്ചിങ് കൃത്യമാണ്. 10 മണിക്ക് കയറുമ്പോൾ പഞ്ചിങ് ചെയ്യണം. ഓക്കെ. അതിൽ ലാഗിങ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഗ്രേസ് ടൈമിൽ നിന്ന് സമയം കുറയും. ഗ്രേസ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ലീവായിട്ട് പരിഗണിക്കും. ചിലപ്പോൾ 2 മിനിറ്റേ വൈകിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1 ഡേ ലീവായിട്ട് പരിഗണിക്കും. ഇത് അറിയുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് കൃത്യമായ സമയങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ വരും, 10 മണിക്ക് തന്നെ എത്താൻ തുടങ്ങും. 10 മണിക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജോലി ചെയ്യും. ജോലി ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും. ഓക്കെ. നല്ല പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, നല്ല റിസൾട്ട് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇൻക്രീസ് സെൽഫ് കോൺഫിഡൻസ്, നല്ല സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ പറഞ്ഞത് പ്രൊമോട്ട് ബെറ്റർ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഹാപ്പി ആയിരിക്കും. ഓക്കെ. ദെൻ പുവർ ടൈം മാനേജ്മെൻറ്റ് ക്യാൻ ലീഡ് ടു ഗിൽറ്റ് ഓർ ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ബേൺ ഔട്ട്, അല്ലേ? അതായത് നമുക്ക് ഒരു ടൈം മാനേജ്മെൻ്റ് ഒന്നുമില്ല. രാവിലെ കൃത്യമായിട്ട് ഒരു 5 മണിക്ക് എഴുന്നേൽക്കേണ്ട ആൾ എഴുന്നേൽക്കുന്നത് ഒരു 8:30-ക്കൊക്കെയാണ്. സ്വാഭാവികമായിട്ടും പ്രാഥമികമായ പല കാര്യങ്ങളും വീണ്ടും ഡിലേ ആവും. പിന്നെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകണമെങ്കിൽ 10 മണിക്ക് എത്തേണ്ടടുത്ത് അയാൾ എത്തുക 10:45-നും 10:50-നൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്താ വൈകിയത്? അത് വൈകാൻ കാരണം എൻ്റെ റൂട്ടിൽ ബസ്സില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ബസ് കിട്ടിയില്ല, ഭയങ്കര തിരക്കായി പോയി, അല്ലെങ്കിൽ മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ വൈകിപ്പോയി, അതാണ് ഇതാണ്, അങ്ങനെ ഓരോ കാരണം പറയും. കാരണം എന്തായിരിക്കും? അനാവശ്യമായി കിടന്നുറങ്ങിയതായിരിക്കും കാരണം. ഓക്കെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പുവർ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ മോശമായ ടൈം മാനേജ്മെൻറ്റ്. ഇത് നമ്മുടെ സെൽഫ് എസ്റ്റീം ഇല്ലാതിരിക്കുക, നമുക്ക് ടോട്ടലി നമ്മുടെ ലൈഫിൽ കുറേ അബദ്ധങ്ങൾ സംഭവിക്കും. നമുക്ക് പലതും നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരും. ഇത്തരം പല വിഷമങ്ങളും ഈ പിന്നെ നമുക്ക് ഈ പുവർ ടൈം മാനേജ്മെൻറ്റ് കൊണ്ട് സംഭവിക്കും. ഓക്കെ. പിന്നെ അഞ്ചാമത്തത്, ഡെവലപ്പ് സെൽഫ് ഡിസിപ്ലിൻ. നമുക്കൊരു സ്വന്തമായ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും, ഒരു അച്ചടക്കം ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. ഓക്കെ. എങ്ങനെ അച്ചടക്കം ഉണ്ടാവും? ഹെൽപ്പ് പീപ്പിൾ സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. അതായത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനും പറ്റും. ഓക്കെ. യെസ്, കേൾക്കുന്നില്ലേ?
ഓക്കെ അല്ലേ? നിങ്ങൾ തമ്പ് അയച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ സ്ക്രീനിൽ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ പറയണം കേട്ടോ. ഇനി ഓക്കെ ഓക്കെ. സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റിലെ സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായ രീതി എന്താണ് ആസ്പെക്ട്, അതിന്റെ ഒരു കാഴ്ചപ്പാട് എന്താ നോക്കിക്കോളൂ. ഒന്ന് പ്രൊക്കാസ്റ്റിനേഷൻ. എന്താ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നീട്ടി 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 വെക്കുന്ന ഒരു വളരെ ബാഡ് ഹാബിറ്റ്. ഓക്കെ, എന്താണ് ദിസ് ഇസ് എ ഹാബിറ്റ് ഓഫ് ഡിലേയിങ് ടാസ്കുകൾ ഡിലേ ആക്കി, വെറുതെ ഡിലേ ആക്കി അങ്ങനെ ചെയ്യാലോ, സമയമുണ്ടല്ലോ, ലാസ്റ്റ് ആക്കാന്ന് ചിന്തിക്കുക. ഓക്കെ, ഇറ്റ്സ് കോമൺ ഇൻ പീപ്പിൾ വിത്ത് ആങ്സൈറ്റി ഓർ ലോ മോട്ടിവേഷൻ. അതായത് ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ, അതല്ലെങ്കിൽ ലോ മോട്ടിവേഷൻ, ഇത്തരം ചിന്താഗതി, ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്കാണ് പൊതുവെ എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ കാണുക, നീട്ടിവെക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് കാണാറുള്ളത്. ഓക്കെ, ദെൻ രണ്ടാമത്താണ് പെർഫെക്ഷനിസം. എന്താ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും എത്ര ചെയ്താലും മതിയാവാത്തൊരു ഒരു ഫീലിംഗ്. പോരാ, കുറച്ചും കൂടി നന്നാവണമായിരുന്നു, അതൊന്നും കൂടി നന്നാവണമായിരുന്നു. പറഞ്ഞോ. എന്താണ്? അപ്പൊ നമുക്ക് എത്ര ചെയ്താൽ, അതെ അതെ, നമുക്ക് എത്ര ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും, എന്നാലും നമുക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ. പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കുറച്ചും കൂടി ഉപ്പിടുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നെ ഇതാക്കുന്നു. ഇത് നല്ല രസത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമുക്കൊരു ചില ആളുകളൊക്കെ ഉണ്ടല്ലേ പുസ്തകത്തിൽ പിന്നെ മാർജിനൊക്കെ വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ വെച്ച് കറക്റ്റ് രണ്ട് ഭാഗവും സെന്റിമീറ്റർ ഒക്കെ എടുത്ത് നോട്ട് ബുക്കിൽ, അത് എത്ര വരച്ചു കഴിഞ്ഞാലും അവർക്ക് അത് ഒരു തൃപ്തി വരില്ല മനസ്സിന്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എങ്ങനെ, അല്ല നീറ്റ്നെസിന്റെ നീറ്റ് തന്നെയാണ്, എല്ലാവരും നീറ്റ് തന്നെയാണ് ഈ പിന്നെ പെർഫെക്ഷനിസം ചിന്തിക്കുന്നവര്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി വരാതിരിക്കും പല കാര്യങ്ങളും. ഞാൻ ബുക്കിന്റെ കാര്യം ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക്, അല്ല അത് അങ്ങനെ, ആ അതന്നെ അതെ അതെ അതെ. അപ്പം എല്ലാവരും അങ്ങനെ ആയിരിക്കൂല. പറഞ്ഞു വന്നത് ഇത് കൂടുതൽ പെർഫെക്ഷൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ, സം പീപ്പിൾ വേസ്റ്റ് ടൈം ട്രൈ ടു മേക്ക് എവറിത്തിങ് പെർഫെക്റ്റ്. എല്ലാം പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ചില ആളുകൾ എന്താണ് സമയം ഒരുപാട് ചെലവഴിക്കും. അതാണ്, ആ സമയം ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പം വിച്ച് ക്യാൻ ലീഡ് ടു ഡിലേ. അപ്പോൾ ആ കാരണം കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യം വീണ്ടും വീണ്ടും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സമയം ഒരുപാട് ഡിലേ വരും. ഓക്കെ, ദെൻ അടുത്താണ് ടൈം ആങ്സൈറ്റി. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം worrying too much about time passing or deadline can be mentally exhausted. അതായത് ടൈമിന്റെ കാര്യം ഭയങ്കര വെറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആശങ്ക, ഭയങ്കര എന്തായിട്ട് പിന്നെന്താണ്, സമയം പോകുന്നുണ്ടല്ലോ, ഇത് മതിയാകുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു 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 പ്രത്യേക ഒരു മെന്റാലിറ്റി ഉണ്ട് ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഒരു മാനസികമായിട്ടൊരു എക്സോസ്റ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പിരിമുറുക്കം ഉണ്ടാവും ഇവർക്ക്. ഓക്കെ, എന്നാൽ കൃത്യമായിട്ട് സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ, പറയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾ കേട്ടിട്ടില്ലേ, പിന്നെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അപ്പോഴായിരിക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുക. ബാങ്ക് കേൾക്കുമ്പോൾ പറയും, ബാങ്ക് കൊടുത്തല്ലോ, എത്ര സമയാ പോയത് എന്ന് പറയും. വെറുതെ പറയുന്നത്, കാര്യമായിട്ടൊന്നും ചെയ്യൊന്നുമില്ല. എന്നാൽ ബാങ്ക് കേട്ടതിന് ശേഷം എന്തെങ്കിലും ചെയ്യും. ഈ ബാങ്ക് എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ പലരും പിന്നെ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ എന്താണ് ഒരു സമയം പിന്നെ കണക്കാക്കുന്നത് പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോഴായിരിക്കും. ഈ സമയം ഇത്ര സമയമായിട്ടുണ്ട് അപ്പം ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഒരു ഓർമ്മ വരിക. അപ്പം ചിലർ പറയുമല്ലോ, ബാങ്ക് കൊടുത്തല്ലോ, എത്ര സമയമാ പോയത് എന്ന് പറയും. പക്ഷെ അടുത്ത സമയത്ത് ബാങ്കിന് ശേഷം പിന്നെ എന്ത് ചെയ്യൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ടൈം ആങ്സൈറ്റി ഉണ്ടാവും. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് പ്രയോറിറ്റൈസേഷൻ. എന്തിന് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം, എന്തിന് ഇമ്പോർട്ടൻ്റ് കുറയ്ക്കണം, ഏതാദ്യം ചെയ്യണം, ഏതാദ്യം ചെയ്യണ്ട. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങൾ ഒരു പ്രയോറിറ്റൈസേഷൻ കൊടുക്കാൻ പറ്റാത്തതും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എങ്ങനെയാണ്? നോട്ട് നോയിങ് വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ്
ക്യാൻ കോസ് കൺഫ്യൂഷൻ ആൻഡ് വേസ്റ്റഡ്. ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അബദ്ധങ്ങളായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താ പറയുക, ഇത് കൗൺസിലിംഗ് സൈക്കോളജിയിൽ ചർച്ച ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷമങ്ങളൊക്കെ വരുമ്പോൾ, ഈ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മെന്റലി ഭയങ്കര ഒരു ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട് പലരും. ഓക്കെ, അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ചില ആളുകൾ വളരെ കാമായിട്ട് നടന്നു പോകുന്ന ആളുകൾ, ഇവർക്കൊന്നും പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, സ്വാഭാവികമായിട്ടും അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരേ ആശയത്തിൽ ഒരു 4 പേര് എന്ത് ചെയ്തു, ഒരേ രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം സ്വന്തം എവിടെയെങ്കിലും സ്ഥലത്ത് ഒരേ ബിസിനസ് ഒരേപോലെ കൃത്യമായി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ ടേൺ ഓവർ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ചിലരുടെ ടേൺ ഓവർ വളരെ ഹൈ ആയിരിക്കും, എന്നാൽ ചിലരുടേത് വളരെ ലോ ആയിരിക്കും. ഈ ലോ ആയ ആളുകളോട് എന്താണ് നിങ്ങൾ ഈ ബിസിനസ് ഇങ്ങനെ ഡൗൺ ആകാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ അവർക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാവും. എന്താ കാരണം? ജനങ്ങൾ ഇപ്പം പണ്ടത്തെ പോലെ പർച്ചേസ് ചെയ്യുന്നില്ല ഒന്ന്. രണ്ടാമത്തത് പിന്നെ പാർക്കിംഗ് സൗകര്യം അത്ര പോരാ. മൂന്നാമത്തത് എന്താണ്, വേറെ എന്തെങ്കിലും കാരണം, അങ്ങനെ കുറേ എക്സ്ക്യൂസുകൾ പറയാനുണ്ടാവും. നേരെ മറിച്ച് ചില ഈ സക്സസ് ആയ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എക്സ്ക്യൂസ് ഉണ്ടാവില്ല. അയാൾക്ക് ഓരോന്നും ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, ടൈം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ടോട്ടലി എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് നമുക്ക് ഇതിന് നല്ലൊരു ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഹിയർ ആർ സം സിമ്പിൾ ടെക്നിക്സ് ദാറ്റ് ക്യാൻ ബി ടോട്ട് ടു ക്ലയൻറ്റ്. അതായത് കൃത്യമായിട്ട് ക്ലയൻറ്റിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ കുറച്ച് ടെക്നിക്കുകൾ എന്ത് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, തമ്പ് പോരാ. എല്ലാവരും ഓക്കെ? ഓക്കെ, ഒന്നാമത്തത് ഓക്കെ ഒന്നാമത്തത് മേക്ക് എ ടു ഡു. ഓക്കെ, മേക്ക് എ ടു ഡു ലിസ്റ്റ്. എന്താ ടു ഡു ലിസ്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ്? ഒരു ദിവസം നമ്മൾ ചെറിയൊരു നോട്ട്, ഒരു ബുക്ക്, ഒരു ചെറിയ ഡയറി, ഓരോ ദിവസം പേജ് പറിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പോക്കറ്റ് ഡയറി എന്ന് പറയാം. ചെറിയൊരു സാധനം ഇട്ട്, ഇനി മൊബൈലിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ടു ഡു എന്നിടുക. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്യുക. രാവിലെ തന്നെ നോട്ട് ചെയ്യാം, ഇന്ന് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ. ചെറുതേ ഇടാൻ പാടുള്ളൂ, കുറേ കാര്യങ്ങൾ ഇടരുത്. ഓക്കെ, അതായത് നമുക്കൊരു ദിവസം ഒരു 10 മണിക്കൂർ പകൽ ഉപയോഗിക്കാനുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു അരമണിക്കൂറിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഇട്ടാൽ മതി. മാക്സിമം എല്ലാം കൂടി 1 മണിക്കൂർ ചെയ്യുന്ന രീതിയിലുള്ള ടാസ്കുകൾ ഇട്ടാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആവേശത്തിൽ കുറേ ഏറ്റെടുക്കും, കുറേ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യും, അവസാനം അത് കംപ്ലീറ്റ് ചെയ്യാൻ 4-1 പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം ബാക്കി കാര്യങ്ങൾ ഡിലേ ആയി പോകും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ മേക്ക് ഇറ്റ് ടു ഡു. അങ്ങനെ എന്താ പറഞ്ഞേ? ഓക്കെ, അപ്പോൾ മേക്ക് എ ടു ഡു ലിസ്റ്റ്. ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. എന്തായാലും ഉണ്ടാകേണ്ടത്, റൈറ്റ് ഡൗൺ ടാസ്ക് ഫോർ ദ ഡേ. ഒരു ദിവസത്തേക്കുള്ള വർക്കുകൾ എന്തൊക്കെയാണ്, ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. ഓക്കെ, ദെൻ ഹെൽപ്സ് ഓർഗനൈസ് തോട്ട്സ്. നമ്മുടെ ചിന്താഗതികളൊക്കെ ഒന്ന് ഒരു ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടൈമിൻ്റെ ഉള്ളിൽ പിന്നെ വരാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്താഗതികൾ കൊണ്ടുവരിക. ഓക്കെ, ദെൻ യൂസ് ദ ഏസനോവർ മാട്രിക്സ്. ഏസനോവർ മാട്രിക്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റോ മറ്റൊക്കെ ആയിരുന്നു തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്. അദ്ദേഹം ഒരു കാര്യത്തെ 4 കോളങ്ങളിലാക്കി വരച്ചു. ഓക്കെ, ടോട്ടൽ കാര്യങ്ങളെ 4 കോളങ്ങളിലാക്കി വരച്ചു. എന്നിട്ട് ഒന്നാമത്തെ കോളത്തിൽ അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി. ക്ലിയർ ആയോ? അത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എസനോവർ മാട്രിക്സ് എന്ന് പറയുന്ന സംഭവം? ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് അതിന്റെ പിന്നെ
എന്താണ് അതിന്റെ കോളത്തിൽ തന്നെ കൃത്യമായിട്ട് എഴുതിയെന്ന് കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ. കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ഏതായാലും ഒന്ന് എടുത്തിട്ടൊന്ന് സൂം ചെയ്യട്ടെ. ഓക്കെ ഓക്കെ, ജസ്റ്റ് നോക്കാം. ഇത് കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ, നോക്കിക്കോളൂ. എന്താണ് ഡേയ്സിനോവർ മാട്രിക്സിൽ അത് എഴുതിയത്? ഒന്നാമത്തെ കോളം നമുക്ക് ടോട്ടൽ, നമുക്ക് ഒരു ദിവസത്തെ വർക്ക് എടുക്കാം. ടോട്ടൽ വർക്കുകൾ എടുക്കാം. എന്നിട്ട് നമുക്ക് 4 കോളം വരയ്ക്കാം. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ, ഒരു മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, 4 കോളം വരയ്ക്കാം. എന്നിട്ട് ഒന്നാമത്തെ കോളത്തിൽ അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതുക. ഓക്കെ, അതായത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ നോട്ട് അർജന്റ് എന്ന് എഴുതാം. ഓക്കെ, മൂന്നാമത്തെ കാര്യത്തിൽ നോട്ട് ഇമ്പോർട്ടൻ്റ്. ഈ ഒരു പിക്ചർ കറക്റ്റ് അല്ല. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് ഓക്കെ, വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഇത് തന്നെ തരാം. ഇത് തന്നെ വെച്ചുതരാം. ഓക്കെ, ഇത് നോക്കിക്കോളൂ. ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ്. ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് അന്ന് ചെയ്ത് തീർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, റെഡി. രണ്ടാമത്തെ കോളത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് നോട്ട് അർജൻറ്റ്. അർജൻ്റ് അല്ല. അപ്പോൾ ഒന്നാമത്തേൽ നമ്മൾ വേണ്ടത് അർജൻ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ദിവസം, ഇന്നത്തെ ഒരു ദിവസം എടുക്കുകയാണ്. നമ്മൾ 30-ാം തീയതിയാണ് എടുക്കുന്നത്. എന്താണ്, ഒരു ഒക്ടോബർ 31 എടുക്കുന്നത്. എന്തൊക്കെയാണ് അന്നത്തെ അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ്? റേഷൻ വാങ്ങിയിട്ടുണ്ടാവില്ല പലരും. ഈ 31-ാം തീയതിയോട് കൂടിയിട്ട് ഈ മാസത്തെ റേഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. അതായിരിക്കും നമ്മുടെ അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റിൽ നമ്മൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അതുപോലെ ആ ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും അർജൻ്റ് ആയ കാര്യങ്ങൾ ആ കാര്യത്തിലേക്ക് എഴുതി വെക്കുക. ഇനി രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് നോട്ട് അർജൻറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഇമ്പോർട്ടൻ്റ്? നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യാനുണ്ട്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അർജൻ്റ് ഒന്നുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വാഹനത്തിൻ്റെ ടയർ മാറ്റാനുണ്ട്. ടയർ മാറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തായിട്ടുണ്ട്, ഏകദേശം പിന്നെ ടയർ തീർന്നിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഇന്ന് ചെയ്യേണ്ട കാര്യമല്ല അത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നോട്ട് അർജൻറ്റ്. ഉദാഹരണം പറഞ്ഞാണ്, നമുക്ക് ഓരോ ടാസ്കും അങ്ങനെ മാറ്റി കൊണ്ടുവരാൻ പറ്റും. ഇനി മൂന്നാമത്തെ എന്താണ്? അർജൻ്റ് ആണ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അതിന് ഉദാഹരണം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അർജൻ്റ് ആണ്, എന്തായാലും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്, പക്ഷെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ആയിക്കോട്ടെ, അർജൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ മൊബൈലിൽ റീചാർജ് എമൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അർജൻ്റ് ആണ്, എന്ത് ചെയ്യൽ പെട്ടെന്ന് ചെയ്യണം, പക്ഷെ ചെയ്തില്ല എന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഉദാഹരണം, ജസ്റ്റ് നല്ലൊരു ഉദാഹരണമാണ്. നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് മറ്റുള്ള ആരുടെയും കയ്യിൽ നിന്ന് ഹോട്ട്സ്പോട്ടൊക്കെ ഓണാക്കാം, പിന്നെ വൈഫൈ ഒക്കെ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, പക്ഷേ പിന്നെ അർജൻ്റ് ആണ്, ചെയ്യൽ നിർബന്ധമാണ്. ജസ്റ്റ് ഒരു ഉദാഹരണം. ഇനി നെയ്തർ അർജൻറ്റ് നോർ ഇമ്പോർട്ടൻറ്റ്. അർജൻറ്റും അല്ല ഇമ്പോർട്ടൻറ്റും അല്ല എന്ന് പറഞ്ഞാൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്താ ഉദാഹരണം? ഉദാഹരണം പറയും. ഒരു ദിവസം നമ്മൾ ടി വി കാണൽ അല്ലേ? അർജൻറ്റും അല്ല ഇമ്പോർട്ടൻറ്റും അല്ല, വേണമെങ്കിൽ കണ്ടാൽ മതി, നമുക്ക് സമയം ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ കാണണ്ട. അപ്പം അത്തരം ഒരു സീരിയൽ കാണുന്നത്, ചിലപ്പോൾ സീരിയലിൽ നിന്ന് പോട്ടെ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണൽ. അപ്പോൾ അതിന് ദിവസം നമ്മൾ ചിലപ്പോൾ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മളിപ്പോൾ ഈവൻ യൂട്യൂബ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ആവശ്യമൊന്നുമില്ല,
എന്നാൽ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു സന്തോഷം നമ്മളിങ്ങനെ കാണുമായിരിക്കും. പക്ഷേ അതിനു വേണ്ടി നമ്മളൊരു 10 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. ഇത് കണ്ടു തുടങ്ങി 10 മിനിറ്റ് എന്താവും, ഒരു അരമണിക്കൂറാവും, 1 മണിക്കൂറാവും, 1.5 മണിക്കൂറാവും, 2 മണിക്കൂറാവും, 2.5 മണിക്കൂറാവും, 3 മണിക്കൂറാവും, 3.5 മണിക്കൂറൊക്കെ ആവും അല്ലേ, സ്വാഭാവികമായിട്ടും. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻറ്റും അർജന്റും അല്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഈ 4ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോട്ടൽ ടാസ്കുകൾ കൃത്യമായിട്ട് എഴുതി വെക്കാം. ക്ലിയർ ആയോ? ഇതിനെയാണ് നമ്മൾ എയ്സനവർ മാട്രിക്സ് എന്ന് പറയാം. ക്ലിയർ? ദെൻ നോക്കിക്കോളൂ, സെറ്റ് എ സ്മാർട്ട് ഗോൾ. അതായത് നമ്മൾ മുമ്പ് പിന്നെ കൗൺസിലിംഗ് പ്രോസസ്സിൽ എന്താണ് പിന്നെ ഗോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ സ്മാർട്ട് എന്ന് പറഞ്ഞു. ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? ബ്രേക്ക് ആയി പോകുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ ബുദ്ധിമുട്ട്? അല്ല, വോയിസ് ബ്രേക്ക് ആകുന്നുണ്ടോ? ഉണ്ടല്ലേ. അങ്ങനെ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യണമെന്ന് അറിയോ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം. പിന്നെ ഓക്കെ, അപ്പോൾ എന്തായാലും ഗോൾ സെറ്റിംഗ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഗോൾ ഷുഡ് ബി സ്മാർട്ട് എന്ന് പറഞ്ഞു. എന്താ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്പെസിഫിക് ആയിരിക്കണം, എന്തെങ്കിലും വലിയ പരത്തി കിടക്കുന്ന ഗോൾസ് അല്ല, ഒരു ഫോക്കസ്ഡ് ഗോൾ ആയിരിക്കണം. രണ്ടാമത് മെഷറബിൾ ആയിരിക്കണം. മെഷറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു മാസം കഴിഞ്ഞിട്ട് വിലയിരുത്താം ഈ ഒരു മാസത്തിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലക്ഷ്യങ്ങളായിരിക്കണം. ഓക്കെ. മൂന്നാമത്തത് അച്ചീവബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. വലിയ ടാസ്കുകളൊന്നും കൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കരുത്. നേടിയെടുക്കാൻ പറ്റുന്ന ടാസ്കുകൾ ആയിരിക്കണം. ഓക്കെ. 6 റിയലിസ്റ്റിക്, എന്താണ്, യാഥാർത്ഥ്യമായ കാര്യങ്ങളായിരിക്കണം. ഇനി 6 എന്താ, പിന്നെ ടി എന്താ, ടൈം ബോണ്ട് എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായിട്ട് ചെയ്യാൻ കഴിയണം. ഇതിനെയാണ് നമ്മൾ പൊതുവെ സ്മാർട്ട് ഗോൾസ് എന്ന് പറയാറുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, ഹെഡിങ് മാത്രം വായിക്കാം. നാലാമത്തെ എന്താണ്, ബ്രേക്ക് ബിഗ് ടാസ്ക് ഇൻ ടു സ്മോളർ വൺ. അതായത് വലിയ ടാസ്ക് ആയിരിക്കും, പക്ഷെ അത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എന്ത് ചെയ്യാം, ഓരോന്നോരോന്ന് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പം വലിയ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങളാക്കിയിട്ട് പിന്നെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ. ഇനി അഞ്ചാമത്തെ എന്താണ്, അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക പരമാവധി. ഇപ്പം അടുക്കളപ്പണി ജോലി ചെയ്യുന്ന പോലെയല്ല, ഒരു പിന്നെ ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം പിന്നെ നീക്കി വെക്കുന്ന ഒരു 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 പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പക്ഷേ അവിടെ കിടക്കും, ബാക്കിയുള്ളതിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. പിന്നെന്താ പറഞ്ഞത്, യൂസ് എ ടൈം ലോഗ് ഓർ പ്ലാൻ. കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കുക. ഏഴാമത്തെ, സെറ്റ് ഡെഡ് ലൈൻസ് ആർ റിവാർഡ്. മാത്രമല്ല ഒരു സമയത്തിനുള്ളിൽ തീരുമെന്ന് തീരുമാനിക്കുക. മാത്രമല്ല അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സമ്മാനം തരും, റിവാർഡ് കിട്ടും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്, പ്രാക്ടീസ് സെൽഫ് കെയർ. മാത്രമല്ല നല്ല സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക. റെസ്റ്റ് ആൻഡ് ബ്രേക്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എനർജി ആൻഡ് ഫോക്കസ്. അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നല്ല വർക്ക് ചെയ്യണം, എന്നാൽ നല്ല റെസ്റ്റ് എടുക്കുകയും വേണം. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കണം, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. ഓക്കെ. ദെൻ അപ്പോൾ ഒരു കൗൺസിലറുടെ റോൾ എന്താണ്, ഐഡൻറ്റിഫൈ ഹൗ ദേ വേസ്റ്റ് ടൈം. എങ്ങനെയാണ് സമയം വേസ്റ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് ഇമോഷൻസ് ആൻഡ് റീസൺസ് ബിഹൈൻഡ് പുവർ ടൈം യൂസ്. എന്താണ്, ടൈം മാനേജ്മെൻറ്റ് ഇല്ലാതെ എത്രത്തോളം സമയം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ ഇമോഷണൽ പിന്നെ പ്രശ്നങ്ങളും ഒന്ന് മനസ്സിലാക്കണം. ദെൻ ലേൺ ആൻഡ് അപ്ലൈ ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്. ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യണം. സെറ്റ് ഗോൾസ് ആൻഡ് ക്രിയേറ്റ് റൂട്ടീൻ. കൃത്യമായിട്ടൊരു റൂട്ടീൻ ഫോളോ ചെയ്യണം. മോണിറ്റർ ദെയർ പ്രോഗ്രസ് ആൻഡ് സപ്പോർട്ട് ദം ത്രൂ ചേഞ്ചസ്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം. മാത്രമല്ല എന്ത് ചെയ്യണം, ഇടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്യും വേണം. ഓക്കെ. ഇതൊക്കെ ഒരു കൗൺസിലർ ചെയ്യേണ്ട കാര്യമാണ്. ദെൻ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ദെൻ ടൈം മാനേജ്മെൻറ്റ് ഹെൽപ്സ് യു ബി എ പ്രൊഫഷണൽ. നല്ല ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹത്തിന് ഉണ്ടാവും. എത്തിക്കൽ ആൻഡ് എഫക്റ്റീവ്. നല്ലൊരു ധാർമ്മിക ബോധമുള്ള,
നല്ല ഇഫക്റ്റീവായ ഒരു 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 പേഴ്സണാലിറ്റി ഈ വ്യക്തിക്ക് ഉണ്ടാവും. ക്ലിയർ ആയോ?